ഇത് ഓൺലൈൻ പണമിടപാടുകളുടെ കാലമാണല്ലോ. ചായ കുടിച്ചാൽ പണം നൽകാൻ തുടങ്ങി ലോൺ അടയ്ക്കാൻ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നത് UPI പേയ്മെൻറ്റ് ഓപ്ഷനുകളാണ്. രാജ്യത്ത് ദിവസവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഓൺലൈൻ ഇടപാടുകൾക്കായി UPI സേവനങ്ങൾ ഉപയോഗിച്ചു വരുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ കറൻസിലെസ് ഇടപാടുകളിലാണോ താല്പര്യം? എങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, UPI ഇടപാടുകൾക്കായി ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ നിലവിൽ വന്നു എന്നതാണ് ആ വാർത്ത. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് UPI പേയ്മെൻറ്റ് പ്രക്രിയ ലളിതവും കൂടുതൽ സുരക്ഷിതവുമാക്കാൻ പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഫേഷ്യൽ റെക്കഗ്നീഷനും ഫിംഗർ പ്രിൻറ്റും ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റിനാണ് ഇതോടെ വാതിൽ തുറന്നിരിക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ആമസോൺ പേ, എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്, മൊബിക്വിക്ക്, സാംസങ് പേ, വാട്സപ്പ് തുടങ്ങിയവയിൽ ഈ ഫീച്ചർ ലഭ്യമാകും. ആധാറിന് കീഴിൽ സംഭരിച്ചിരിക്കുന്ന ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ച് RBIയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാകും ഈ പേയ്മെൻറ്റ് രീതി UPI പ്ലാറ്റ്ഫോമുകളിൽ നടപ്പിലാക്കുക. നിലവിൽ UPI പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ നമുക്കൊരു പിൻ നമ്പർ നൽകേണ്ടതുണ്ട്. എന്നാൽ ഇനി മുതൽ ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ വിരൽ പതിപ്പിച്ചോ ഫ്രണ്ട് ക്യാമറയിൽ മുഖം കാണിച്ചോ പണമിടപാടുകൾ പൂർത്തിയാക്കാം. UPI സുരക്ഷാ പിൻകോഡ് മറന്നുപോയാലും ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ കഴിയുമെന്നതാണ് ഈ ഫീച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതോടെ ഒരു ഡിജിറ്റൽ പണമിടപാട് നടത്തുമ്പോൾ ഉപയോക്താക്കൾക്ക് 25% വരെ സമയം സേവ് ചെയ്യാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. അതേസമയം ആദ്യഘട്ടത്തിൽ ഒറ്റത്തവണ പരമാവധി 5000 രൂപയുടെ പണമിടപാടാണ് ഇത്തരത്തിൽ പൂർത്തിയാക്കാൻ കഴിയുക. ഒരു ടെസ്റ്റിംഗ് ഘട്ടം കഴിഞ്ഞാൽ ഈ പരിധി അധികം വൈകാതെ തന്നെ ഉയർത്തിയേക്കുമെന്നാണ് വിവരം. ഓരോ തവണ പണമിടപാട് നടത്തുമ്പോഴും പിൻ നമ്പർ നൽകി മടുക്കേണ്ടതെന്നതാണ് ഈ ഫീച്ചർ വരുന്നതോടെ ലഭിക്കുന്നൊരു സന്തോഷം. മാത്രമല്ല UPI പിൻ മറന്നു പോകുന്നവർ നിരവധിയുണ്ട്, പ്രത്യേകിച്ച് പ്രായമായവർ. ഇവർക്കടക്കം ഈ അപ്ഡേഷൻ ഒരു വലിയ ആശ്വാസമാകും. സൈബർ തട്ടിപ്പുകൾ കൂടി വരുന്ന ഇക്കാലത്ത് നമ്മുടെ UPI പിൻ അപഹരിക്കപ്പെട്ട നിരവധി തട്ടിപ്പുകൾ നടക്കാനും സാധ്യതയുണ്ട്. ഇതിനെതിരെ ഒരു സുരക്ഷാ കവചമായും പുതിയ പേയ്മെൻറ്റ് രീതി മാറുമെന്നതിൽ സംശയം വേണ്ട.